ഈ മനുഷ്യങ്ങാനും അമേരിക്കയിലാണെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്ത് പോകും. അത്രയും വലിയ മഹാനാണ് സി എം. ജീവിച്ചിരിക്കുന്ന കാലത്ത് സി എമ്മിനെ പോലത്തെ ഒരാൾ ഭൂമിയില്ല, തെരഞ്ഞാൽ പോലും കിട്ടൂല. അങ്ങനത്തെ ഒരു മഹാനായിരുന്നു സി എം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. നമ്മുടെ റഹ്മത്തുള്ളാഹി ഖാസിമി സി എം മടവൂരിൻ്റെ പോരിശകൾ പറയുന്നുണ്ട്. ആദ്യത്തെ 2 പോരിശ നമുക്ക് ആദ്യം കേട്ടിട്ട് വിഷയത്തിലേക്ക് വരാം. മഹാനായ സി എം വലിയുള്ള ഖദ്ദസല്ലാഹു സിറഹുൽ പറയാതെ വെറുതെ ദിനം സസ്യരിക്കണ സി എം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു അത്ഭുതമാണ്. മഹാനായ സി എം വലിയുള്ള. അപ്പോൾ ഒന്നാമത്തത് ലോകത്തിൻ്റെ വലിയ അത്ഭുതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സംസാരത്തിലേക്ക് കിടക്കാം. ഈ മനുഷ്യങ്ങാനും അമേരിക്കയിലാണെങ്കിൽ ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്ത് പോകും. അത്രയും വലിയ മഹാനാണ് സി എം. ജീവിച്ചിരിക്കുന്ന കാലത്ത് സി എമ്മിനെ പോലത്തെ ഒരാൾ ഭൂമിയില്ല, തെരഞ്ഞാൽ പോലും കിട്ടൂല. അങ്ങനത്തെ ഒരു മഹാനായിരുന്നു സി എം. രണ്ടാമത്തെ വിഷയം പറഞ്ഞു, സി എം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് തെരഞ്ഞാൽ കിട്ടൂല എന്ന്, അത്രയും വലിയ മഹാനാണ് എന്ന് പറയാൻ. ഇനി അദ്ദേഹം അമേരിക്കയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിനെ തേടി അവിടെ ചെന്നിട്ട് കാണുമെന്നാണ്. ശരി, ഇനി ഇതൊക്കെ പറയാനും ഇത് ഇങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയാനൊക്കെയുള്ള കാരണം എന്താണ്, അത്രമാത്രം എന്താണ് പോരിശ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൂടി കേൾക്കാം. പിന്നെ മുറ്റത്തെ മുല്ലക്ക് വിലല്ല. ഈ മനുഷ്യനെങ്ങാനും ഇങ്ങനെ എന്ത് പറഞ്ഞാലും നടത്തുന്ന ഒരു മനുഷ്യൻ അമേരിക്കയിലുണ്ട് പറഞ്ഞാൽ, അങ്ങനത്തെ ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ ആ വലിയനെ കാണാൻ നമ്മൾ അവിടെ പോയി ക്യൂ നിൽക്കും. ഇവിടെ നമുക്ക് വില മനസ്സിലായില്ല. അപ്പോൾ അമേരിക്കയിൽ പോകാൻ ഇദ്ദേഹത്തിന് പ്രേരകമാക്കുന്നത് സി എം എന്ന് പറഞ്ഞാൽ എന്തു പറഞ്ഞാലും നടപ്പിലാക്കാൻ കഴിയുന്ന ആളാണെന്നാണ്. അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ എന്തു പറഞ്ഞാലും സി എമ്മിന് അത് നടപ്പിലാക്കാൻ കഴിയും എന്നാണ്. അപ്പോൾ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് ഇവിടെ സി എമ്മിനെ കുറിച്ച് റഹ്മത്തുള്ളാഹി ഖാസിമി പറയുന്നു. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാനും പ്രയാസമില്ല, എല്ലാത്തിനും കഴിവുറ്റവനാണ് അള്ളാഹു എന്നതുപോലെ റബ്ബിന് തുല്യപ്പെടുത്തുകയാണ് സി എമ്മിനെ. അപ്പോൾ സി എമ്മും റബ്ബും സെയിമാണ്, ഒന്നാണ് എന്ന് ഇദ്ദേഹം പറയാതെ പറയാൻ, എന്ത് പറഞ്ഞാലും ചെയ്യാൻ കഴിയുന്ന ആളാണ് സി എം എന്ന് ഇദ്ദേഹം പറയുന്നതിലൂടെ റബ്ബിനെ തുല്യപ്പെടുത്തുകയാണ്. വലിയ കൊടിയ ശിർക്കല്ലേ സഹോദരങ്ങളെ ഇത്. ഇനി ശരി, ഇനി അദ്ദേഹം അതിൽ മാത്രം നിർത്തുന്നില്ല, ബാക്കി കൂടി അള്ളാഹുവിൻ്റെ മറ്റു ചില സിഫത്തുകൾ കൂടി, അള്ളാഹ്ക്ക് ഒരുപാട് സിഫത്തുകളുണ്ട് എന്നതുപോലെ സി എമ്മിനും പല സിഫത്തുകളുണ്ട്. അതിൽ ചില സിഫത്തുകൾ ഇവിടെ പറയാൻ പോവുകയാണ്, കേട്ടോളെ. അപ്പോൾ ഒന്നാമത്തത് തസറുഫിന് അധികാരം എന്നാണ്. തസറുഫ് എന്ന് അറബിയിൽ പറഞ്ഞതുകൊണ്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. തസറുഫ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മൊത്തം കാര്യങ്ങളെ നിയന്ത്രിച്ച് തിരിച്ചുവിടാനുള്ള അധികാരം അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം. ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം തസറുഫിനുള്ള അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. സൂര്യൻ എങ്ങോട്ട് പോകണം, ചന്ദ്രൻ എവിടെ നിൽക്കണം, അതുപോലെ ഈ ലോകത്തിൻ്റെ ക്രമം, അതിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളെയും തിരിച്ചുവിടാൻ കഴിവുള്ളവൻ അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, അത് അള്ളാഹു മാത്രമേ ഉള്ളൂ. എന്നാൽ റഹ്മത്തുള്ളാഹി ഖാസിമി ഇവിടെ പറയാണ്, അതിനുള്ള അധികാരം ആർക്കുണ്ട്, ഇവിടെ സി എം മടവൂരിനുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ അള്ളാഹുവും സി എം മടവൂരും സെയിമാണ്, ഒന്നാണ് എന്ന് പറയാതെ പറയുന്നുണ്ട്. ശരി, ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാദം, അള്ളാഹ്ക്കുള്ള മറ്റൊരു സിഫത്തിനെ ഇവിടെ സി എം മടവൂരിന് വെച്ചു കൊടുക്കുന്നുണ്ട്. ഏതായാലും അതുകൂടി കേൾക്കാം. കുൻ എന്ന് പറയാനുള്ള അധികാരം, കുൻ കുൻ എന്ന് പറയാനുള്ള കേട്ടോ. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കുൻ ഫയകൂൻ, അള്ളാഹുവിൻ്റെ വിശേഷണത്തിൽപ്പെട്ടതാണ് കുൻ എന്ന് പറഞ്ഞാൽ. കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകൂ, ആകൂ എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫയകൂൻ, അതാകും എന്നാണ്. അള്ളാഹുവിൻ്റെ വിശേഷണത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ് എന്നതുപോലെയുള്ള കഴിവ് ആർക്കുണ്ടെന്നാണ് റഹ്മത്തുള്ളാഹി ഖാസിമി പറയുന്നത്, സി എം മടവൂരിനുണ്ട് എന്നാണ്. ഇനി അതിനുള്ള പ്രമാണം കൂടി അദ്ദേഹം ഉദ്ധരിക്കുന്നു. പ്രമാണം എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ പ്രമാണം അല്ല എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളുടെ പ്രമാണം എന്താ? ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. എന്നാൽ ഇവരുടെ പ്രമാണമുണ്ട്, സമസ്തക്കാരുടെ പൊതുവായ പ്രമാണം എന്തെന്ന് വെച്ചാൽ അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കേൾക്കാം. അതാണ് കാഫനൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കും എന്ന് പറഞ്ഞില്ലേ, കാഫനൂന് കമാലിയത്താണ് പറഞ്ഞത്. കുൻ. അപ്പോൾ അവരുടെ തെളിവ് കേട്ടല്ലോ, കാഫനൂന് കമാലിയത്ത് എന്ന് പറഞ്ഞിട്ടൊരു വരിയാണ്. ഇത് ഏതിലെ വരി എന്നുള്ളത് പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ പ്രമാണവും നന്നായിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ വാദവും നന്നായിട്ടുണ്ട്. ഇനി സി എമ്മിൻ്റെ മറ്റു ചില വിശേഷങ്ങൾ കൂടി കേൾക്കാണ്ട്, അതുകൂടി കേൾക്കാം. രോഗം വേണ്ട, രോഗം വേണ്ട, രോഗം വേണ്ട സി എം പറഞ്ഞാൽ പിന്നെ രോഗമില്ല.
ഓപ്പറേഷൻ ചെയ്യണ്ട CM പറഞ്ഞാ പിന്നെ ഓപ്പറേഷൻ ഇല്ല. എന്തും ഇന്നാലിന്നതൊന്നില്ല. CMന്റെ വിശേഷണം കേട്ടല്ലോ. രോഗം വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ രോഗം ഉണ്ടാവില്ല. ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ആ വിഷയം പരിഹരിക്കപ്പെടും. ഇന്നാലിന്നതില്ല. അതായത് ഇപ്പോൾ ചില ഡോക്ടർമാരെന്താവും, പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഉണ്ടാവും, ചില ഡോക്ടർമാർ പിന്നെ എല്ലിൻ്റെ ഡോക്ടർ ഉണ്ടാവും, പല്ലിൻ്റെ ഡോക്ടർ ഉണ്ടാവും. അങ്ങനെ ഓരോ ഡോക്ടർമാരും വ്യത്യസ്തമായ വിഷയങ്ങൾ പഠിച്ച് അതിൽ സ്പെഷ്യൽ എടുത്ത് അതിൽ പിന്നെ MBBS നേടി അങ്ങനെ ഓരോന്നിനും സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളും ഡോക്ടർമാരൊക്കെ ഉണ്ടാവും. പക്ഷേ CM മടവൂർ ഒരു ചില്ലറക്കാരനല്ല. മൂപ്പര് എല്ലാ MBBS എടുത്ത തികഞ്ഞ ആളാണ്. MBBSന് ഒരു കുറവുമില്ല. MBBSൽ ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം MBBS എടുത്ത ആളാണ് ഈ നമ്മുടെ CM മടവൂർ എന്നതാണ് ഇദ്ദേഹം പറയുന്നത്. ഇന്നാലിന്ന രോഗമൊന്നുമില്ല, എല്ലാ രോഗത്തിനും ചികിത്സ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് CM മടവൂരാണ്. CM മടവൂർ ഒന്ന് പറഞ്ഞാൽ മതി, തീർന്നു. മരുന്ന് പോലും കൊടുക്കണ്ട, അത്ര വലിയ ഡിഗ്രി എടുത്ത ആളാണ്. അത്ര വലിയ രൂപത്തിൽ അദ്ദേഹം പെർഫോമൻസ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ബാക്കി സംസാരം കൂടി കേൾക്കാം. ചിന്തിക്കണം, എന്തുകൊണ്ട് താഴേക്കുള്ള ചിന്തയില്ല, ദുനിയാവ് എന്ന ചിന്തയില്ല, ദുനിയാവ് നേടണം എന്ന മോഹമില്ല. ദുനിയാവ് നേടുകയാണെങ്കിൽ നേടായിരുന്നല്ലോ. ആയിരക്കണക്കായ ആളുകളല്ലേ യൂസുഫിന്റെ പിന്നാലെ തേനീച്ചകൾ നടക്കും പോലെ ബഹുമാനപ്പെട്ട CMന്റെ പിന്നാലെ നടന്നത്. കോടാന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുതലാളിയാകേണ്ട മനുഷ്യൻ കയ്യിലൊന്നുമില്ലാത്തതിനാണ് മരിച്ചു. എങ്ങനെ ഉസ്താദേ, അതങ്ങനെ തന്നെയല്ലേ നടക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ CMനെ കുറിച്ച് ആളുകൾ പറഞ്ഞത് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ ഈ പറഞ്ഞ ഈ ബുദ്ധി ഒരല്പം കെട്ടുപോയ ഒരു മനുഷ്യനാണെന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്വാഭാവികമായിട്ടും സാമ്പത്തികമായ ഭദ്രത ഉണ്ടായിക്കൊള്ളണം എന്നില്ല. സ്വാഭാവികമായും ആ രൂപത്തിൽ ചിന്തിക്കാനും കഴിയില്ല. അത് ചിന്തിക്കണം എന്നാണോ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാനത് ചിന്തിച്ചോട്ടോ. നിങ്ങൾ ചിന്തിക്കണം എന്ന് ആദ്യം പറഞ്ഞല്ലോ സംസാരത്തിൻ്റെ തുടക്കത്തിൽ. അപ്പം അങ്ങനെ ചിന്തിക്കണം എന്നാണ് പറഞ്ഞെങ്കിൽ ഞാനത് ചിന്തിച്ചു. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഈ രൂപത്തിൽ ക്യാഷ് ഉണ്ടാക്കാൻ കഴിയാത്തത്. ഇന്നിപ്പോൾ മുസ്ലിയാക്കന്മാർ മുട്ട എഴുതിയിട്ടും പേപ്പറിൽ എഴുതിയിട്ടും തകിടിൽ എഴുതിയിട്ടൊക്കെ കുറേ പൈസ ഉണ്ടാക്കണുണ്ടല്ലോ. അങ്ങനെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാമായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. അതിപ്പോൾ ആളുകളെ പറ്റിച്ച് ആത്മീയ ചൂഷണങ്ങൾ നടത്തിയും എന്തും ചെയ്യാമല്ലോ. ഇന്ന് ആളുകൾ കുറേ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ജീവിക്കുന്നത്, നിങ്ങളെ കൂട്ടത്തിലുള്ള. എന്നതുപോലെ CMന് കഴിയാമായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരല്പം ബുദ്ധി കെട്ടുപോയി, നശിച്ചുപോയി എന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ പണിക്ക് നിൽക്കാത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും റഹ്മത്തുള്ള കാസിമിയുടെ ബാക്കി സംസാരത്തിലേക്ക് നമുക്ക് കേൾക്കാം. ജീവിച്ചപ്പോഴൊന്നുമില്ല, മരിച്ചപ്പോഴൊന്നുമില്ല. ആർക്ക് CMന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണക്കാരനാകാൻ സാധ്യതയുള്ള ആളായിരുന്നു ആര്? CM. എന്താണ് എന്ത് പറഞ്ഞു നടക്കുക? നമ്മളിൽ മെഡിക്കൽ കോളേജ് ഡോക്ടർ പോലൊന്നും അല്ല. ഡോക്ടർമാരടുത്ത് മടക്കിയ എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേസാണ് CM തീർത്ത്. ഏറ്റവും വലിയ മറ്റൊരു പോരിശയാണ് ഡോക്ടർമാരെല്ലാവരും മടക്കിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന്, കണക്ക് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു സംശയം. ലക്ഷക്കണക്കിന് എന്നാണ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്. കോടിക്കണക്കിന് ആവാത്തത് ഏറ്റവും നന്നായി. ഏതായാലും ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ, അതായത് ഡോക്ടർമാർ മടക്കി അയച്ച, മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ തിരിച്ചയച്ച ഇനിയൊരു രക്ഷയില്ല എന്ന് ആളുകൾ ഡോക്ടർമാർ വില എഴുതിയ അല്ലെങ്കിൽ വിധി എഴുതിയ സംഗതികൾക്കെല്ലാം പരിഹാരമായിക്കൊണ്ട് ആര് മാറി? CM മടവൂർ മാറി എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ വാദം ഉഷാറായിട്ടുണ്ട്. ഒന്ന്, ലോകത്തെ മൊത്തം നിയന്ത്രിക്കാനും തസറുഫ് ചെയ്യാനുള്ള അധികാരം. രണ്ട്, കുൻ ഫയക്കൂൻ, ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അപ്പം ഉണ്ടാകും എന്നാണ് CMനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ തുടങ്ങി രോഗം മാറ്റാൻ കഴിവുള്ളവൻ, പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ കഴിവുള്ളവൻ, ഇങ്ങനെ റബ്ബിനെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇങ്ങനെ CMന് ഇങ്ങനെ ചാർത്തി കൊടുക്കണം. ഏതായാലും വിശ്വാസി സമൂഹത്തിനോട് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇദ്ദേഹം പറഞ്ഞ ഈയൊരു ആരോപണം, ഇദ്ദേഹത്തിനെ പോലെ കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. CMന്റെ പോരിശകൾ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനേക്കാളും മഹത്വപ്പെടുത്തുന്ന അല്ലെങ്കിൽ അള്ള തന്നെയാണെന്ന് പറയുന്ന ചില സംസാരങ്ങൾ പോലും കഴിഞ്ഞു പോയിട്ടുണ്ട് കേരള മണ്ണിൽ. അവിടെ വിശ്വാസി സമൂഹത്തിനോട് പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിൽ ഒന്നും അടങ്ങണം. 2 ആയത്ത് പരിശോധിച്ചാൽ മതി, നിങ്ങൾ കൂടുതലൊന്നും പരിശോധിക്കണ്ട. 2 ആയത്ത് നിങ്ങൾ പരിശോധിക്കണം. ഏതെന്നറിയോ? സൂറത്ത് യൂനുസിൻ്റെ 31, 32 ആയത്തുകൾ. സൂറത്തു യൂനുസിൻ്റെ 31, 32 ആയത്തുകൾ. ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. മക്കയിലെ മുശ്രിക്കുകളോട്
അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അള്ളാഹു പറയാണ്, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു സ്സംഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംർ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ. അള്ളാഹ് പറയാണ്, ഈ ആകാശഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് ആരാണ്? അതുപോലെ തന്നെ ഈ കേൾവിയും കാഴ്ചയും ഉടമപ്പെടുത്തുന്നവനാരാണ്? മരിച്ചതിൽ നിന്ന് ജീവിപ്പിച്ചതിനെയും ജീവിപ്പിച്ചതിൽ നിന്ന് മരിപ്പിക്കുകയും ചെയ്യുന്നവനാരാണ്? അതുപോലെ തന്നെ ഒമയുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതാരാണ്? തസറുഫ് നടത്തുന്നതാരാണ് എന്നൊക്കെ ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്കുകൾ പറയും ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അവിടെ തീർച്ചപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. ഫസയഖൂലൂന, തീർച്ചയായും അവർ പറയുക തന്നെ ചെയ്യും. എന്ത്? ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവാണ്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്ക് പോലും ഉറപ്പുണ്ടായിരുന്നു, ലോകം നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് പറയുമായിരുന്നു. റിസ്ക് നൽകുന്നത് ആരെന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് പറയുമായിരുന്നു. കേൾവിയും കാഴ്ചയും ഉടമപ്പെടുത്തുന്നത് ആരെന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് പറയുമായിരുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ജീവിപ്പിച്ചവരെ മരിപ്പിക്കുകയും ചെയ്യുന്നവനാര് എന്ന് ചോദിച്ചാൽ അവർ സംശയമില്ലാതെ പറയുന്നത് അള്ളാഹു ആണെന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ പറയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്, ഫഖുൽ അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? തൊട്ടടുത്ത വചനം എന്തെന്നറിയോ? ഫദാലിക്കുമുല്ലാഹു റബ്ബുക്കുമുൽ ഹഖ്, അങ്ങനെയുള്ളവനാകുന്നു യഥാർത്ഥ റബ്ബ്. യഥാർത്ഥ റബ്ബാരാ? അത് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നവനാണ് റബ്ബ്. ഇത് മക്കയിലെ മുശ്രിക്കുകളോട് പറയുന്നത് മാത്രമല്ല, നമ്മളോടും പറയാൻ. CM മടവൂരിനെ ഈ രൂപത്തിൽ കാണുന്ന ആളുകളോടും അള്ളാഹു പറയാൻ. തീർന്നില്ല. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ദലാൽ, ഇങ്ങനെ മനസ്സിലാക്കിയ ആളുകൾ തന്നെ ഷിർക്കിലും കുഫ്റിലും കഴിഞ്ഞു പോവുകയാണെങ്കിൽ അള്ളാഹ് പറയാണ്, ഇങ്ങനെയുള്ള ഹക്കിന് ശേഷം പിന്നെ ലലാലത്തല്ലാതെ എന്താ ഉള്ളത്? അപ്പോൾ അള്ളാഹുവാണ് ഇതെല്ലാം നടപ്പിലാക്കുന്നത്. കുൻഫയക്കൂനിന് കഴിവുള്ളവൻ അള്ളാഹുവാണ്, തസറുഫിന് കഴിവുള്ളവൻ അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, അതാണ് ഹക്കാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതല്ലാത്ത ബാക്കിയെല്ലാം ബാത്തിലാണ്. അപ്പോൾ CM മടവൂർ കുൻഫയക്കൂൻ എന്ന് പറയൽ ബാത്തിലാണ്. CM മടവൂർ തസറുഫിന് അധികാരമുണ്ട് എന്ന് പറയൽ ബാത്തിലാണ്. CM മടവൂർ രോഗങ്ങളെ ശിഫപ്പെടുത്തി തരും എന്ന് പറയൽ ബാത്തിലാണ് എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. എന്നിട്ടും ആ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു വീണ്ടും ചിന്തനീയമായ ഒരു സംസാരമാണ് അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത്. ഫഅന്നാ തുസ്റഫൂൻ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അല്ലേ, ഇവരൊക്കെ വിശ്വാസികളല്ലേ, അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളുകളല്ലേ. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, ഫഅന്നാ തുസ്റഫൂൻ, പിന്നെ എങ്ങനെയാണ് ഇവരെ തിരിച്ചു വിടുന്നത്? എങ്ങനെയാണ് തിരിഞ്ഞു പോകുന്നത്? അള്ളാഹുൽ വിശ്വസിക്കുന്ന ഒരാൾ ഇതൊക്കെ വിശ്വസിച്ചിട്ടും പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇത്തരം ആളുകളുടെ പിന്നാലെ പോകുന്നത്, സൃഷ്ടികളുടെ പിന്നാലെ പോകുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ഉസ്താദുമാരുടെ സംസാരങ്ങൾ നമ്മെ അള്ളാഹുവിൽ നിന്ന് അകറ്റാതിരിക്കട്ടെ എന്നു മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.